അനാറ് പൂ കായിത വിരിഞ്ഞു തുടങ്ങി. അനാറാണത്, അനാറ് തൈയാണത്. കഴിഞ്ഞ വർഷം ഞാൻ വന്ന സമയത്ത് അനാറ് പാകമായ കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എത്തിയത്. അതിൻ്റെ ശേഷം കഴിഞ്ഞ സമ്മറും ഒക്കെ കഴിഞ്ഞ തണുപ്പും ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തണുപ്പ് സമയത്തൊക്കെ ആകെ ഉണങ്ങിയ രീതിയിലായിരുന്നു, ഒരു ഇലയില്ല. ഈ ഒരവസ്ഥയിലായിരുന്നു തണുപ്പ് സമയത്ത്, ഇങ്ങനെ ഉണങ്ങിയിട്ടുള്ള അവസ്ഥയിൽ. ഇപ്പോൾ അൽഹംദുലില്ലാഹ് വീണ്ടും തണുപ്പ് ഈ ഏരിയയിലൊക്കെ വിട്ടു തുടങ്ങി, ചൂടിലേക്ക് പോവുകയാണ്. അനാറ് പൂ കായിത വിരിഞ്ഞു തുടങ്ങി. അനാറാണത്, അതൊക്കെയുണ്ട്. അൽഹംദുലില്ലാഹ് ഉണ്ടോ? ഒരു ജൂണ്, ജൂലൈ, ആഗസ്റ്റ് മാസമാകുമ്പോഴത്തേന് ഇങ്ങനെ വലുതായി ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയമാകുമ്പോൾ പറിക്കാൻ പോകും. ഇത് കുറച്ച് വെള്ളം കിട്ടുന്ന അടുത്തായതുകൊണ്ടാണ് ഇതിനൊന്നുകൂടി വളർച്ച കൂടുതൽ. ഇവിടെ ടാപ്പുണ്ട്, അതിന് പിന്നെ നമ്മൾ ഓസിട്ട് ഇങ്ങനെ അടിക്കണം അങ്ങോട്ട്, എന്നാലും ഉഷാറായി വരും. എന്നാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾക്ക് എന്താ ഇപ്പം പൈസയ്ക്ക് അവിടെ ജോലി എന്നുള്ളത്. അൽഹംദുലില്ലാഹ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജോലി. കാരണം ഞാൻ 10 കൊല്ലം ദർസിലും 10-15 കൊല്ലം പള്ളിയിലും മദ്രസയിലൊക്കെ ജോലി ചെയ്ത് ഞാൻ പെട്ടെന്നാണ് മറ്റൊരു മേഖലയിലേക്ക് ചേഞ്ച് ആകുന്നത്, ഒരു ജോലി എന്ന നിലയ്ക്ക്. അൽഹംദുലില്ലാഹ് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതിൻ്റെ പേരിൽ. കാരണം ഏത് ജോലിയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അതിന് അതിൻ്റെതായ ബർക്കത്തുണ്ട്. ഇൽമിൻ്റെ മേഖലയിൽ പ്രത്യേകമായും ബർക്കത്ത്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തിൻ്റെ പ്ലാന്റിൻ്റെ മുന്നിലുള്ള ചെറിയ തോട്ടങ്ങളുണ്ട്, പരിസരത്തൊക്കെ മസറകളുണ്ട്. ഇത് നമ്മളെ പ്ലാന്റിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അനാറിൻ്റെ തൈയാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ധാരാളം അനാറുകൾ, മധുരമുള്ള നല്ല അനാറുകൾ ഉണ്ടായിട്ട് ഇപ്പോൾ അത് തെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നനച്ചുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്തരം സംഗതികളുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ വഴികളിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തേതായ പരിസരങ്ങളെ മനസ്സിലാക്കാനും ഒരുപാട് ഇൽമുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ മരങ്ങളെ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം അത് വലിയ പ്രത്യേകത ഉള്ളതാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ ഖാമത്തി സാഅത്ത് വഫി യദി അഹദിക്കും ഫസീല ഫൽയഗ്രിസ്ഹ. നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുന്നു. അടുത്ത സെക്കൻഡിൽ, അടുത്ത നിമിഷം നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിനെ നട്ടുകൊള്ളണമെന്നാണ് പറഞ്ഞാൽ. അത്രമാത്രം പ്രാധാന്യമാണ് ആ വിഷയത്തിൽ. മരങ്ങളെ വെച്ച് പിടിപ്പിക്കുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കുന്നത്, വെള്ളത്തിൻ്റെ പ്രാധാന്യം. നമ്മുടെ നാട്ടിലൊക്കെ ചൂട് കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ അങ്ങനത്തെ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ തണുപ്പ് മാറി ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് അള്ളാഹു സംവിധാനിച്ചെന്ന പരിഹാര മാർഗങ്ങളാണ് ഇത്തരം കൃഷികളും മറ്റൊക്കെ. അതിനെ നമ്മൾ സംരക്ഷിക്കണം. വെള്ളം മിതമായി ഉപയോഗിക്കുക എന്നതൊക്കെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി